ഒല്ലൂർ മണ്ഡലത്തിൽ കർഷക ദിനം വിപുലമായി ആചരിച്ചു. കൃഷിഭവനുകൾ മുഖ്യ നേതൃത്വം കൊടുത്തു. മികവുറ്റ കർഷകരെ മന്ത്രി ആദരിച്ചു. പാണഞ്ചേരി, പുത്തൂർ, നടത്തറ, മാടക്കത്ര പഞ്ചായത്തുകളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഭദ്രദീപം തെളിയിച്ച് കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ എന്നിവർ അധ്യക്ഷത വഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുകളുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവനുകളുടെയും ആഭിമുഖ്യത്തിൽ കാർഷിക വികസന സമിതികളെ, പച്ചക്കറികൾ സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ സംയുക്തമായി കർഷകരെ ആദരിച്ചു. കർഷക ദിനാഘോഷങ്ങളും നടന്നു. തഥാവസരത്തിൽ കർഷകർ, വനിതാ കർഷകർ, ജൈവ കർഷകർ, വിദ്യാർത്ഥി കർഷകർ, മുതിർന്ന കർഷകർ, പ്രവാസി കർഷകൻ, ക്ഷീര കർഷകർ, തേനീച്ച കർഷകൻ, മത്സ്യ കർഷകൻ, മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ BM രമ്യ പദ്ധതി വിശദീകരണം നടത്തി. പുത്തൂർ പഞ്ചായത്തിൽ നളിനി വിശ്വംഭരൻ സ്വാഗതം പറഞ്ഞു. നടത്തറ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് PR രജിത്ത് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു ആശംസാ പ്രഭാഷണം നടത്തി. പാണഞ്ചേരി പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സംസാരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ, പഞ്ചായത്ത് മെമ്പർമാർ ആശംസാ പ്രഭാഷണം നടത്തി. വിവിധ ആൾക്കാരോട് എത്തിച്ചേരും. അതിനുശേഷം ഓരോരുത്തർ വർഷവും നമ്മൾ അതിനു വേണ്ടി 57 ലക്ഷം രൂപയാണ് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഇനത്തിലേക്ക് നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നെൽകൃഷി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി, അങ്ങനെ അവർക്ക് വേണ്ട വിത്തും വളവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് 57 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ക്ഷീര കർഷകരെ. ആ ക്ഷീര വെറ്റിനറി വിഭാഗത്തിലേക്ക് നമ്മൾ മറ്റേ പോത്തുകുട്ടിയ രീതിയിലെ ജൈവമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ വിധമായിട്ടുള്ള പ്രധാനം നമ്മുടെ ആരോഗ്യമില്ല. അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാരെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കൊടുത്തത് ഈ വർഷം അപേക്ഷകൾ വന്നിട്ട് സാധിക്കുന്നുണ്ട്, ഒഴിവാക്കാൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ SC/ST മേഖലയിലുള്ള ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്കൊരു സ്വയം തൊഴിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ ജനറൽ 6000 ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ്. സമൃദ്ധിയുടെ ഒരു വർഷമായി മാറാൻ പോകുകയാണ്. ദീർഘമായിട്ടുള്ള ഒരു കാലത്തിന് ശേഷം പുത്തൂരിലെ സ്മോളറ്റിക്കൽ പാർക്കിന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന വർഷമാണ് 2020. സ്മോളറ്റിക്കൽ പാർക്കിനെ കുറിച്ച് മാത്രമായിരുന്നു നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം ഇന്ന് വളർന്ന് 4 സൂവിലേക്ക് കിടക്കുകയാണ്.
സുവോളജിക്കൽ പാർക്ക് എന്ന ആശയം അതിന്റെ അവസാന രൂപത്തിലായി 2025 തന്നെ അത് തുറന്നു കൊടുത്തുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ അതോടൊപ്പം കഴിഞ്ഞ ദിവസം സഫാരി പാർക്കിൽ, അതായത് ഏതാണ്ട് 160ഓളം മാനുകൾ ഇപ്പോൾ നിലനിൽക്കുന്ന ദീർഘമായിട്ടുള്ള കാടിനിടയിലൂടെ മനുഷ്യന് നടക്കാനും മാനുകൾക്കും മനുഷ്യനും ഒരുമിച്ച് യാത്ര ചെയ്യാനും പറ്റുന്ന വിധത്തിൽ മാനുകളെ തുറന്ന മൃഗശാലയിൽ പ്രവേശിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സഫാരി പാർക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. ഔപചാരികമായിട്ടുള്ള അതിന്റെ പ്രവർത്തന പദങ്ങൾ പതുക്കെ ആരംഭിച്ചു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുന്നത്, അതിലൊന്ന് ഹോളോഗ്രാം സൂ ആണ്. ഏതാണ്ട് 1700 മീറ്റർ ദൂരത്തിൽ ഗുഹയിലൂടെ മനുഷ്യന് കിടക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി ലോകത്തിന്റെ 4 മനോഹരമായിട്ടുള്ള സഫാരി പാർക്കുകളുടെ യാത്രാനുഭവങ്ങൾ നേരിൽ മനുഷ്യന് AI ടെക്നോളജിയിലൂടെ അനുഭവിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഹോളോഗ്രാം സൂ, വെർച്വൽ സൂ, അതിന്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആരംഭിച്ച് 2025 ഡിസംബർ 31 മുമ്പാകെ ആ ഹോളോഗ്രാം സൂ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ആ പരിപാടികൾ തയ്യാറാക്കിയത്. ചെറിയ നേരത്ത് ചെറിയ മഴ അതിരീകര വേനൽക്കാലവും കടുക്കും എന്നാണ് ഇത് വരുന്നത്. ഇന്ന് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം അങ്ങനെ കർഷകർക്കും വിളകൾക്കും ബാധിക്കാതിരിക്കാൻ കാലത്ത് നേതൃത്വം നൽകുകയാണ് എന്ന ഒരു അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. ഏതെങ്കിലും വിധത്തിൽ നമുക്കെതിരെ തിരിഞ്ഞാൽ പോലും മികച്ച വാഴ കൃഷി കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണൻ കണ്ടാരംവീട് ടോണി. മികച്ച സമ്മിശ്ര കർഷകൻ ശ്രീ ജോസഫ് മാത്യു കാലായി വീട് ചാലാമ്പാടം. 7000 കോഴികൾ സംരക്ഷണം എന്നിവ കൃഷി ചെയ്തു പോയി. അടുത്തതായി മികച്ച ജൈവ കർഷകൻ ശ്രീ ജോർജ് മാത്യു കവളിക്കാട്ടിൽ റംബൂട്ടാൻ മാംഗോസ്റ്റിൻ എന്നിവ കൃഷി ചെയ്യുന്നു. മികച്ച ക്ഷീര കർഷകൻ ശ്രീ പി കെ പ്രദീപ് പാലത്തും തലയ്ക്കൽ എരയോജനം ചെയ്യുന്നു. പാലിന് പുറമെ നെയ്യ്, തൈര്, ചാണകപ്പൊടി എന്നിവയും വിൽക്കുന്നു. മാർഗമാക്കി കൃഷിയിലേക്ക് വന്നത് മീൻ വളർത്തൽ, പശു, ആട്, കോഴി എന്നിവയും പരിപാലിച്ചു വളർത്തി വരുന്നു. ജൈവകൃഷിയെ കുറിച്ചുള്ള മോഡലിനെ കുറിച്ച് മത്സ്യ കർഷക ശ്രീമതി ദീപ രാജു കല്ലാറ്റിപ്പറമ്പിൽ വീട് മണ്ണൂർ. 7 വർഷമായി മീൻ വളർത്തലിലൂടെ സ്വന്തമായി വരുമാനം മികച്ച കർഷക വിദ്യാർത്ഥി മാസ്റ്റർ ആശിഷ് സണ്ണി. പഠനത്തോടൊപ്പം കൃഷിയെ സ്നേഹിക്കുന്ന പാട്ടത്തിനടുത്ത് 3 ഏക്കർ കൊള്ളി, വാഴ, ചേമ്പ്, ചേമ്പ് എന്നിവയിൽ കൃഷി ചെയ്തു പോയിരുന്നു. മികച്ച കർഷക തൊഴിലാളി ശ്രീ CD ദേവസ്വം ചുറ്റുകെട്ടിലെ മൂർക്കനിക്കര. മികച്ച ജയജി ഗ്രൂപ്പ് ഹരിത ജയജി താഴെക്കൊണ്ട്. ചെറുകിട തങ്കമണി കോഴി കൃഷി കർഷക സമിതിയാണ് 12.5 ഏക്കറായി നെൽകൃഷി ചെയ്തു എന്ന് പാഠം. കേരളത്തിന്റെ പ്രിയപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കൊല്ലൂരിന്റെ MLA കൂടിയായിട്ടുള്ള കെ രാജനവർഗൻ, മറ്റ് ജനപ്രതിനിധികൾ,